സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. വീടുകളിലും മറ്റു പ്രദേശങ്ങളിലും സുരക്ഷാ ക്യാമറ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. വാഴക്കോട് അകമല സൗഹൃദ വില്ലേജ് റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറ സ്ഥാപിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മുറ്റത്ത് വന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇതാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുറ്റത്ത് വന്നിട്ടൊന്നുമില്ല ആരും വേഷം മാറുന്നത്. അതിനപ്പുറം നിർത്തിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വന്നിട്ടാണ് വരുന്നതെങ്കിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ. ഒരു ക്യാമറ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസോ എക്സൈസോ മറ്റോരോ വന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ പ്രതിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൊടുക്കാനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ല, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണത്. നമ്മുടെ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണത്. നാട്ടിലെ കുട്ടികളുമായി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എനിക്ക് തന്നെ ഒരു ഉദാഹരണമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത്, ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഒരുത്തം ബൈക്കിൽ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞു. കയറിക്കോ എന്ന് കൈ പിടിച്ച് വലിച്ചു. കുട്ടി ഓടി അടുത്ത ഇതേപോലെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണ്, ഓടിപ്പോയിട്ട് ഇതാക്കിയിട്ട് അവൻ അപ്പോഴേക്ക് ബഹളം വെച്ച സമയത്ത് ഇവൻ വണ്ടിയിൽ പോയത്. പക്ഷേ കുറച്ച് ദൂരം മാറിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ മാറി ഒരു വീട്ടിലുണ്ടായിരുന്നൊരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറക്കകത്ത് ഈ വണ്ടി പതിഞ്ഞിരുന്നു. അതിൻ്റെ നമ്പർ നോക്കിയിട്ട് ആളെ പിടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആ ക്യാമറ ഇല്ലെങ്കിൽ ഒരു വിജനമായ സ്ഥലമാണെങ്കിൽ ഇഷ്ടം പോലെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ ആ വീട്ടുകാരുടെ സഹകരണം, ആ വീട്ടുകാരത് സ്ഥാപിച്ചത്, അതിൻ്റെ ഉപകാരം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള, നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള, നമ്മുടെ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയുടെ ബാക്കപ്പോ കാര്യങ്ങളോ അതിൻ്റെ ഒരു നാട്ടിലെ പൊതുവായ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ്. അത് സഹകരിക്കുക. അങ്ങനെയുള്ള സഹകരണത്തിലൂടെ മാത്രമേ നാട്ടിൽ ഒരു നല്ല രീതിയിൽ നല്ലൊരു സമാധാനവും നല്ലൊരു അന്തരീക്ഷവും നമ്മുടെ കുട്ടികൾ സേഫായിട്ട് വളരും, നമ്മുടെ മുതിർന്ന പൗരന്മാർ സേഫായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള അത്തരത്തിലുള്ളൊരു വേദി എനിക്ക് തോന്നുന്നൊരു കൂട്ടായ്മ ഈ പ്രദേശത്തുണ്ട് എന്നറിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കൽ കൂടി ഇതിൻ്റെ ആളുകളെ ആത്മാർത്ഥമായിട്ട് പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.